നല്ല നടപ്പാലോ. അപ്പോഴാണ് നമ്മൾ കിളികളൊക്കെ ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നല്ലൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ കണ്ടുകൊണ്ടൊക്കെ മനസ്സിലൊക്കെ ഒന്ന് സന്തോഷമാകാനുള്ളൊരു ഔട്ടിംഗ് ആണ്. അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ പോരാ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ. അപ്പം നമ്മൾ പോണ വഴിക്കുണ്ട് ഈ കാഴ്ചകൾ കണ്ടേ, ഞാറൊക്കെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ച. ഇതൊന്നും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് കാണാൻ കിട്ടാത്ത കാഴ്ചകളാണ്. അപ്പം നമ്മളിതാ ഓടായിക്കൽ, മമ്പാട് ഓടായിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ആ പാലാണ് കേട്ടോ. അതാണല്ലേ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ വെള്ളം പുഴയിലൂടെ ഒഴുകുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പാർക്കിലേക്ക് എത്താനായിട്ടുണ്ട്. ഈ പാലം കഴിഞ്ഞ് പോയിട്ടാണ് കേട്ടോ ഓടായിക്കൽ. അപ്പോൾ ഇതാ നമ്മൾ ഓടായിക്കൽ പാലത്തുമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ. പാലം കഴിഞ്ഞ് പോയിട്ടാണ് ഈ പാർക്ക്. അപ്പോൾ നമുക്ക് പോവാട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടന്നപ്പോൾ ആദ്യം തന്നെ ഓടി പോകുന്ന കുട്ടികളൊക്കെ ഇതിൻ്റെ അടുത്തേക്കാട്ടോ. ഇത് വെള്ളത്തിൽ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറിയിട്ട് ഇങ്ങനെ നടന്ന് ആസ്വദിക്കാൻ പറ്റുന്നൊരു പ്ലേ ആണ്. അപ്പോൾ നമ്മൾ അതിന് ഒന്ന് കണ്ടു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. 2 മണിയൊക്കെ ആകുമ്പോഴേ ഇത് തുറക്കുള്ളൂ. നമ്മളെന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഓപ്പൺ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാമെന്നാട്ടോ ഇപ്പോൾ വിചാരിക്കുന്നത്. പിന്നെ ഈ പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പച്ച വിരിച്ച വിധാനിയിലൂടെയുള്ള നമ്മളെ നടത്തം, അതുപോലെ തന്നെ കുറേ ഊഞ്ഞാലുകളും പിന്നെ വാട്ടർ പാർക്കുകളും വാട്ടർ സ്വിമ്മിംഗ് പൂളുകളും നമ്മുടെ പുഴേന് ചാരി പുഴേൻ്റെ അടുത്തായിട്ടാണ് ഈ സ്ഥലം, ഈ പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കാറ്റ് കൊണ്ടിട്ട് ഇരിക്കാൻ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. ഇവിടെ നിന്നിട്ട് ഇപ്പോൾ വെയിലാണെങ്കിൽ പോലും ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, പുഴ ഒഴുകുന്നത് നമുക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാണാം. അതിൻ്റെ ചാരി ഇരുന്നിട്ട് നമുക്ക് സമയം ചെലവിടാം. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല പുഴയ്ക്ക് നോക്കിയിട്ട് കാറ്റും കൊണ്ട് നല്ല തണുപ്പുള്ള ഏരിയയാണ്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. പുഴേൻ്റെ വക്ക തന്നെയാണ്. കണ്ടില്ലേ, നല്ല പൂക്കളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾ ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പൂക്കളൊക്കെ നിറച്ച് ചെടികളൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് പോയിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിനും ശാരീരികമായിട്ടൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് അല്ലേ. നമ്മൾ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിട്ടു നിൽക്കാനും എല്ലാം നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുമ്പോൾ നമുക്ക് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊക്കെ ചിലവഴിക്കണം എല്ലാവരും. എങ്കിൽ മാത്രമേ നമുക്കൊക്കെ പല പ്രശ്നങ്ങളിൽ നിന്നും കരകയറാനും എല്ലാത്തിനും പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതാ അങ്ങനെ കുട്ടികൾക്കൊരു എൻജോയ്മെൻ്റ് ആണല്ലോ. കുട്ടികൾക്ക് നമ്മൾ പുറത്തേക്ക് പോകാഞ്ഞാൽ നമുക്ക് അവർ വെറും ഫോണും കാര്യങ്ങളൊക്കെ കണ്ടിട്ടിരുന്ന് അവർ മനസ്സങ്ങോട്ട് ഇതാവും. പക്ഷേ ഇത് അങ്ങനെയല്ല, അത് നമുക്ക് അവർക്ക് കളിക്കാൻ അവരുടെ മനസ്സിനും തന്നെ ഒരു ഉല്ലാസമാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇത് കണ്ടില്ലേ, നമ്മളിവിടെ നമ്മളെ വികാരാലയമുള്ള പോലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് കയറിയിട്ട് ഇതിലിങ്ങനെ ഒഴുകിയിട്ട് അതിക്ക് ചാടുന്ന രീതിയിലുള്ള സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ അതൊന്നും ഓപ്പൺ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളൊന്നും ഇതിൽ കയറ്റിയിട്ടില്ല. ചില പെറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറാമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണുന്നുണ്ട്. അത് നമുക്ക് ഇവിടേക്ക് ഒന്ന് എല്ലാം ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പെറ്റ്സ് പാർക്ക് ഉണ്ട്. ഇതാണ് നല്ല രസത്തിൽ വള്ളികളൊക്കെ പടർത്തിയിട്ടുള്ള ഊഞ്ഞാലൊക്കെയാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് കുട്ടികൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിടെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ടൈം ആവണുള്ളൂ. ഞായറാഴ്ച കൊണ്ട് തിരക്ക് എന്തായാലും കൂടുതലുണ്ടാവും. അപ്പം ഇതാണല്ലേ, കുട്ടികൾക്ക് ഇങ്ങനെ വെഹിക്കിൾസിൻ്റെ ഒരു ഊഞ്ഞാലാണ് ഇവിടെ. അങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തണുപ്പുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലാണെങ്കിൽ ഇവിടെ തണുപ്പുണ്ട്. പിന്നെ
ഇതിൽ വെള്ളം നിറച്ചിട്ടില്ല, അതെന്താ ഒഴിച്ചതാണ് എന്താണെന്നറിയില്ല. എന്തായാലും ഇത് നല്ലൊരു കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാ ഊഞ്ഞാലകൾ ആടിക്കൊണ്ടിരിക്കുന്നു. ഇതാ സീസോ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇതാ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്ക് ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് വാട്ടർ ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ വാട്ടറിൽ, കണ്ടില്ലേ. ഇതാ കുട്ടികൾ ഇവിടെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കുഞ്ചു ഊഞ്ഞാലായിരുന്നില്ലേ അവിടെ? ഇതാ ഊഞ്ഞാല. ആ ഇപ്പം നല്ല കാറ്റുള്ള സ്ഥലമാണ് അല്ലേ, നല്ല സുഖമുണ്ടല്ലോ ഇവിടെ ഇരിക്കാൻ. അപ്പോൾ അത് നമ്മളിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി കേട്ടോ. കറങ്ങുന്ന സമയത്താണ് നോക്കി ഈ പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് തെച്ചിയൊക്കെ ഉണ്ട്. തെച്ചി കാണാൻ തന്നെ ഭംഗിയായിട്ട്, തെച്ചി പോകാൻ സ്മെല്ലൊന്നും ഇല്ലെങ്കിലും ഇത് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് അല്ലേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഉണ്ട തെച്ചിയാണ്, നല്ല കളർഫുള്ളാണ്, ഒരു രക്ഷയില്ല. ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ നമുക്കറിയാം അത്രയും അടിപൊളിയായിട്ട് നല്ലോണം പൂക്കളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട് ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അത്രയും ഭംഗിയുണ്ട് കാണാൻ. എനിക്കിങ്ങനെ പ്രകൃതിരമണീയമായ സ്ഥലത്ത് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജസ്റ്റ് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സമയം ചിലവഴിച്ചാൽ മതി, ഒന്നിലും നമ്മൾ കയറണമെന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും എനിക്കിങ്ങനെയൊക്കെ ഇഷ്ടമാണ്. ഇത് കണ്ടില്ലേ, പച്ചപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ് അല്ലേ. അപ്പം നമ്മൾ കുഞ്ഞു കുട്ടികളെ നമ്മൾ ഒരു ടിക്കറ്റ് കൊടുത്തിട്ട് ഒരു ഊഞ്ഞാലിൽ കയറ്റിയിട്ടുണ്ട്. അവരവിടെ അതിൽ അടികൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണെങ്കിൽ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വള്ളികളൊക്കെ വെച്ചിട്ട് മേൽക്കൂര പണിത പോലെയാണ് കേട്ടോ. അവരാടുന്നതിൻ്റെ മേലെ വള്ളികളായിട്ട് സെറ്റ് ചെയ്തിട്ട് തണലിന് വേണ്ടിയിട്ട് അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുമക്കൾ ഊഞ്ഞാലിടയപ്പോൾ ഇതാ ജിനുവിനും കൂടെ ആടാൻ ആഗ്രഹം, അവനും കൂടെ കയറിയിട്ടുണ്ട്. ഇത് കണ്ടാൽ ചീത്ത പറയുമോ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് അവർക്കൊരു ആഗ്രഹമാണല്ലോ അതിലൊക്കെ വരുമ്പോൾ ഒന്ന് എൻജോയ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തൊന്നും കയറിയിട്ടില്ല. പെറ്റ്സ് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഊഞ്ഞാലിലും കയറാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നതിനൊന്നും അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊന്നും വേണ്ട ഇപ്പോൾ കേട്ടോ. ഇനി ഈ സമയത്താണോ എന്ന് എനിക്കറിയില്ല, കുറച്ച് കഴിഞ്ഞ് വേണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആയിക്കോട്ടെ, വാ ഞാൻ വാ. അപ്പോൾ ഇനി നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പെറ്റ്സ് കാണാൻ പോവുകയാണ് കേട്ടോ. പെറ്റ്സ് പോകുമ്പോൾ തന്നെ ഇതവിടെ മീൻകോളം പോലത്തെ ഒരു ഇതുണ്ട്, നല്ല കളർഫുള്ളായിട്ട് മീനാണ്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ, കുറച്ച് അങ്ങോട്ടാണ് നമ്മൾ പെറ്റ്സുകൾ. അപ്പോൾ നമ്മളിതാ അവിടെയുള്ള ഓപ്പൺ അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു ജോലിക്കാരനാണ് ഇതിന് നമ്മൾ കയറ്റാൻ വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇത് അവിടെ യമുണ്ട് കേട്ടോ. യമുക്കുട്ടൻ ഇതവിടെ നിൽക്കുന്നുണ്ടല്ലേ, ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒറ്റയ്ക്ക്, ആരും കാണാതെ വിഷമിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഞാൻ ചെന്നപ്പോൾ യമുദ അങ്ങനെ ആരാപ്പതെന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇതവിടെ ഒരു ഓന്തനെ പോലെ, ഇതിൻ്റെ പേരെന്താണെന്ന് നമുക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ അതുണ്ട്, കുറച്ച് വലുതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, കോഴിയാണ്, എന്ത് ഭംഗിയില്ലേ കാണാൻ, കളർഫുള്ളായിട്ടുള്ള കോഴിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ലൊരു ഭംഗി, ചുവപ്പും കറുപ്പും വെള്ളയും കൂടെ, ഒന്നും പറയണ്ട അല്ലേ, നല്ല കളർഫുള്ളാണ്. മറ്റൊരു കോഴിയും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതാ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പൊന്മാൻ്റെ പോലെ തന്നെയാണ്, അതിൻ്റെ വലിയ ടൈപ്പാണ്, നമ്മൾ പല സ്ഥലത്ത് അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഇതാ പ്രാവുകളാണ്, പ്രാവുകളുടെ ചിറകൊക്കെ ഇതാ കണ്ടില്ലേ ഡിസൈൻ ആക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊരു കോഴി തന്നെയാണ് കേട്ടോ, വേറൊരു കോഴി. ഇതാ മുയലാണ്, മുയലിന് ഒരു മുയൽ തന്നെ ഉള്ളൂ, തീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുഞ്ഞു മുയലാണ് കേട്ടോ, ചെറിയതാണ്. ഇത് പിന്നെ എന്താ വെച്ചാൽ എലികളാണ് കേട്ടോ, കുറേ പല നിറത്തിലുള്ള എലികളുണ്ട്. അവരൊക്കെ നല്ല ഉറക്കത്തിലാണ്. അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ ഇതിൻ്റെ വിത്തുകളുടെ തൊലിയൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇതിൻ്റെ കൂട്ടിനുള്ളിൽ ഇട്ടിക്കുന്നത്. ഇത് പിന്നെ മരത്തിൻ്റെ പൊടികളാണ്. അങ്ങനെ എന്താ വിരിഞ്ഞിട്ടുള്ളൂ, ഇതൊക്കെ ചെറിയ കുട്ടികളാണ് കേട്ടോ. ഇത് വെള്ള കളറ്. പിന്നെ ഇതത് മുള്ളമ്പന്നിയാണ്. മുള്ളമ്പന്നി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ, കണ്ടവരുണ്ടാവും, പക്ഷെ ഞാനിത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. പിന്നെ ഇതാ നല്ല സുന്ദരന്മാരായ കോഴികളുണ്ട്, അടിപൊളിയായിട്ടുള്ള കളറാണ്, വെള്ള കളറിൽ നല്ല ഉണ്ട കോഴികളാണ് കേട്ടോ. ഇത് പിന്നെ വേറൊരു ടൈപ്പ് ജീവിയാണ് നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ അവസാനം കണ്ടത് പാമ്പാണ് കേട്ടോ. ഇതിന് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. പക്ഷേ ഞാൻ ചോദിച്ചു കേട്ടോ അവരോട്, ഇതിന് വിഷം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിഷമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആശ്വാസം. എന്നാലും നമുക്കത് കാണുമ്പോൾ ഭയങ്കര പേടിയാണല്ലേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് യമുനെ ഒന്ന് വീണ്ടും കണ്ടു. യമുക്കുട്ടൻ ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വരുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേ അല്ലേ, യമുക്കുട്ടനാണ്. അത് കഴിഞ്ഞ് നമ്മളിതാ കിളികളുണ്ട് ഇവിടെ, നമ്മൾ മേലിരിക്കാനൊക്കെ തീറ്റ കയ്യിലെടുത്താൽ അവർ ഓടി വന്നിട്ട് നമ്മളെ കയ്യിലൊക്കെ ഇരുന്ന് കഴിക്കും കേട്ടോ. അത്രയും ക്ലോസ് ആയിട്ട് ഇത് അവർ ആര് വന്നാലും തീറ്റ കൊണ്ട് ചെന്നാൽ മതി, അവർ കയ്യിലേക്ക് ഓടി വരും. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ. പിന്നെ അതൊക്കെ രസമല്ലേ, നമ്മൾ കയ്യിലേക്കൊക്കെ പിടിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് കിളികളെയൊക്കെ. അപ്പോൾ നല്ല ഭംഗിയിൽ ഇതൊക്കെ ഇവരൊക്കെ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ട്, നമ്മൾ മിനിയൂട്ടിയിൽ പോയപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല നമ്മളൊരു കയ്യിലിങ്ങനെ കൊത്തുമ്പോൾ നല്ല ഫീലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതൊക്കെ അങ്ങോട്ട് എൻജോയ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്.
കുറച്ചുകൂടി തീറ്റ വെച്ചു. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അത് നമ്മുടെ എമ്മുക്കുട്ടനെ എമ്മുക്കുട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. കടക്ക് ഓപ്പൺ നടക്ക്. കുട്ട 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 അതിൻ്റെ തീ വരുന്നില്ല. അതാ എനിക്കങ്ങനെ വെച്ച വെറുതെ വെച്ചാണ് മീനുകൾ വരുന്നതാണ്. അതിന്റെ തിന്നൂല. നല്ല വെള്ളമാണ് അത്. തന്നെയാണ് വെള്ളം വരുന്നത്. വെള്ളമല്ലല്ലോ. അത് ഇതിന്റെ വെള്ളം തന്നെയാണ്. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. വെയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിക്കാൻ പോവാണ്. പിന്നെ അവിടെ ഒരു പാർക്കുണ്ട്, ഓടായിക്കൽ. അവിടെ വക്കത്തിട്ട് റോഡിൻ്റെ അരികിലുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറണം. അപ്പോൾ നമ്മൾ ഇവിടുത്തത് കണ്ടിട്ട് നിർത്താൻ പോവാം കേട്ടോ. ഇവിടെ എന്താണ് കച്ചവടമൊക്കെ ഉണ്ടോ? ഇവിടെ അത്യാവശ്യം കച്ചവടമൊക്കെ ഉണ്ട്. അച്ചാറുകൾ, ഉപ്പിലിട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇനി നമുക്ക് അവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. അവിടേക്കൊന്ന് പോകണം. അങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. അല്ലേ ചെല്ലേ? വെയിലാണല്ലോ. ഞാൻ വെയിലത്ത് ആ അതിന് വെയിലല്ലോ കുട്ടിയെ. ഇവിടെ നിന്നോളൂ, ഇവിടെ നിന്നോളൂ കേട്ടോ. ഇവിടെ ഇവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ എക്സസൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ അല്ലേ രാവിലെ നമ്മട്ട് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഇതിൽ ഇങ്ങോട്ട് കയറി പോവാട്ടെ. റോട്ടിക്കുള്ള വഴി തന്നെയാണിത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിലിങ്ങനെ നടന്നിട്ട് അതിലിങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടിട്ട് സൈക്കിളൊക്കെ കൊണ്ടിട്ട് ഇതിലിങ്ങനെ ഇറങ്ങാം. അപ്പോൾ സൈക്കിളൊക്കെ ഓട്ടാനുള്ള അതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാഴ്ചയാണ് കേട്ടോ. എന്താ വെച്ചാൽ നല്ല കാറ്റാണ്. വെയിലാണെന്നൊന്നും അറിയണേ ഇല്ല കേട്ടോ. കണ്ടില്ലേ? പാലോം പാലോം നല്ല നടപ്പാലോം, അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആ ഒരു പാലത്തിൻ്റെ കോണിയിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്. എന്താണ് വിളിയും കേട്ട് എന്നമ്മ വിളിക്കണൊരൊച്ച പോലെ എന്നമ്മ മണ്ണോടണഞ്ഞുവെന്ന് അപ്പം തന്നല്ലേ പറയാറുള്ളൂ. അങ്ങനെ നമ്മൾ പാലം കണ്ടു അല്ലേ? അപ്പോൾ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഗാനമേള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേജും ഉണ്ട്. ഇവിടെ പ്രോഗ്രാം തോന്നുന്നുണ്ട്. അവിടെ മൈക്ക് ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ഇരിക്കാനൊക്കെ നിലത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ് കേട്ടോ.